നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ അമേരിക്കൻ പര്യടനവുമായി ബന്ധപ്പെട്ട 10ാമത്തെ എപ്പിസോഡാണ് ഇത്. ഈ എപ്പിസോഡ് ഞാൻ പൂർണ്ണമായും ഉപയോഗിക്കുന്നത് പസഫിക് സമുദ്രത്തിലൂടെ ഒരു യാത്രയും ആ യാത്രയിൽ എനിക്ക് അനുഭവപ്പെട്ട ചില മനോഹരമായ രംഗങ്ങളും സമയങ്ങളും ഭാഗങ്ങളുമാണ് ഈ എപ്പിസോഡിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. പസഫിക് സമുദ്രത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ. അധികം വഴിയെ പറഞ്ഞു തരാം. നമ്മൾ ഇപ്പോൾ കാണുന്നത് ഞങ്ങൾ യാത്ര ചെയ്യുന്ന ഷിപ്പിൻ്റെ ഏറ്റവും മുൻഭാഗമാണ്. അതായത് 11ാമത്തെ നിലയിൽ നിന്നുകൊണ്ട് കാണുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ടിൽ ഒരു ഹെലിപ്പാഡുണ്ട്. അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും അവതരിപ്പിച്ചിരുന്നല്ലോ. എമർജൻസി സിറ്റുവേഷനിൽ എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ ഹെലികോപ്റ്ററിന് വന്ന് ലാൻഡ് ചെയ്യത്തക്ക രീതിയിൽ അത് മിക്കവാറും എല്ലാ പാസഞ്ചർ ക്രൂസിനും കാണും. അതിനുള്ള സൗകര്യങ്ങളാണ് അത്. അപ്പോൾ 11ാമത്തെ നിലയിൽ നിന്നുകൊണ്ടാണ് ഞാനിതെല്ലാം ചിത്രീകരിക്കുന്നത്. 11ാമത്തെ നിലയ്ക്ക് ഈ ഭാഗത്തിന് ഒരു പ്രത്യേകത ഉള്ളത്, ഇത് സ്കൈ വ്യൂ റെസ്റ്റോറൻറ്റ് ഓടുകൂടിയതാണ്. ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ളതാണ്. ഇത് സ്കൈ വ്യൂ, ഓഷ്യൻ വ്യൂ എന്നീ പ്രത്യേകതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. ഇവിടെ രാവിലെ മുതൽ തന്നെ ആൾക്കാരൊക്കെ വന്നിരുന്നുകൊണ്ട് ഈ കടലും മറ്റു ചുറ്റുപാടുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അതാണ് അവരുടെ രീതി. ഈ യാത്രയിൽ എനിക്ക് ചില പ്രത്യേക അനുഭവങ്ങളൊക്കെ ഉണ്ടായി. വളരെ രസകരമായ അനുഭവങ്ങളെന്ന് പറയാനായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് അഭിമുഖീകരിക്കുന്ന ചില സന്ദർഭങ്ങളായിരുന്നു അത്. അതെല്ലാം ഞാൻ വഴിയെ പറഞ്ഞു തരികയും ചെയ്യാം. അതേക്കുറിച്ച് ഞാൻ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യാം. എൻ്റെ ഈ യാത്രയുടെ ഐറ്റിനറി അനുസരിച്ച് മെക്സിക്കോയിലെ ആദ്യം ഞാൻ ഇറങ്ങിയ വല്ലാത്തറ പോർട്ട്, അതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഞാൻ 2-3 എപ്പിസോഡായിട്ട് മുൻപ് എല്ലാം അവതരിപ്പിച്ചിരുന്നല്ലോ. അതിനുശേഷം വീണ്ടും മെക്സിക്കോയിലെ തന്നെ ഹൾട്ടുലോക്കോ എന്ന ഒരു പോർട്ടിൽ ഇറങ്ങേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷേ കാലാവസ്ഥ മോശമായതിനാൽ ആ പോർട്ട് ഒഴിവാക്കിക്കൊണ്ട് റൂട്ട് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക്, അടുത്ത സ്റ്റേഷനിലേക്കാണ് ഞങ്ങൾ പോയത്. ഇന്ന് രാവിലെ തന്നെ ക്യാപ്റ്റൻ്റെ ഒരു ഇൻഫർമേഷൻ അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു. കടൽ ക്ഷോഭമായതിനാൽ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള കാലാവസ്ഥ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നതിനാൽ നമ്മുടെ 2ാമത്തെ ഡെസ്റ്റിനേഷനായ മോസ്കോയിലെ ഹൾട്ടുലോക്കോ എന്ന പോർട്ട് ഉപേക്ഷിക്കുകയും 3ാമത്തെ പോർട്ടായ നമ്മുടെ കോസ്റ്റാറിക്കയിലേക്ക് ആണ് പോകുന്നത് എന്നും അറിയിപ്പ് ഉണ്ടായിരുന്നു. കടൽ അല്പം ക്ഷോഭമായിരിക്കുമെന്നും എന്നുള്ള ചെറിയ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ആയതിനാലാണ് ആ ഒരു പോർട്ട് ഉപേക്ഷിച്ചതിനാലാണ് ഈ 3 ദിവസം തുടർച്ചയായിട്ട് കടലിൽ തന്നെ ഞങ്ങൾക്ക് തങ്ങേണ്ടി വന്നത്, ഈ യാത്ര തുടരേണ്ടി വന്നതും. അപ്പോൾ കോസ്റ്റാറിക്കയിലേക്കുള്ള പോക്കാണ്, അവിടത്തേക്കുള്ള യാത്രയാണിത്. ഫ്രണ്ട് വശം എല്ലാം ചിത്രീകരിച്ചതിന് ശേഷം ഞാൻ ബാക്കിലേക്ക് വന്ന് നോക്കി. കടൽ സ്വല്പമായിട്ട് ക്ഷോഭിച്ചു വരുന്നതേ ഉള്ളൂ. ക്യാപ്റ്റൻ്റെ ഇൻഫർമേഷൻ അനുസരിച്ച് വൈകുന്നേരമായിരിക്കും കൂടുതൽ ഈ കടൽ ക്ഷോഭിക്കാൻ പോകുന്നത്, പസഫിക് സമുദ്രം ക്ഷോഭിക്കാൻ പോകുന്നതും. ആ സമയത്ത് മറ്റുള്ള ആക്ടിവിറ്റീസിലെല്ലാം സ്റ്റോപ്പ് ചെയ്യും എന്നും മറ്റും ക്യാപ്റ്റൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നത് 10ാമത്തെ നിലയിലും മറ്റുമുള്ള സ്വിമ്മിംഗ് പൂളുകൾ കംപ്ലീറ്റുമായിട്ട് ലോക്ക് ചെയ്യും. കാരണം കടലിൽ ഉണ്ടാകുന്ന തിരമാലകൾക്ക് അനുസൃതമായി, അല്ലെങ്കിൽ അതിൻ്റെ അതേ രീതിയിൽ തന്നെ മുകളിലുള്ള ഈ സ്വിമ്മിംഗ് പൂളിലും അലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആയതുകൊണ്ടാണ് അവിടെ സ്വിമ്മിംഗ് പൂളിലേക്കുള്ള പ്രവേശനങ്ങളും മറ്റും നിരോധിക്കുന്നത് ആ ടൈമിന്. ഏതായാലും വൈകുന്നേരം ഉള്ള ആ കടൽക്ഷോഭം മറ്റും നമുക്ക് വിശദമായിട്ട് കാണാം എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. എൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പസഫിക് സമുദ്രത്തെക്കുറിച്ച് അല്പം പറയുകയാണെങ്കിൽ, മഹാസമുദ്രങ്ങളിൽ ഏറ്റവും വലുതാണ് ശാന്തസമുദ്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പസഫിക് മഹാസമുദ്രം. ശാന്തസമുദ്രമാണെന്ന് അറിയുന്നു എങ്കിലും ഇതിൻ്റെ ഭീകരത പലപ്പോഴും വലുതാണ്, വളരെ വലുതാണ്. ഏകദേശം 16,42,40,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ സമുദ്രം ഭൂമിയിൽ മൊത്തം ജലത്തിൻ്റെ 46% ഉൾക്കൊള്ളുന്നുണ്ട്. ഭൂഗോളത്തിൻ്റെ 1/3 ഭാഗത്തോളം ഇത് വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്നു. മഹാസമുദ്രങ്ങളിൽ ഏറ്റവും ആഴമേറിയ സമുദ്രമാണ് പസഫിക് മഹാസമുദ്രം. ഒരു ത്രികോണ ആകൃതിയിലാണ് ഈ സമുദ്രത്തിന് ഉള്ളത്. വടക്കേ അറ്റം ആർട്ടിക്കും, പടിഞ്ഞാറ് ഭാഗത്ത് ഏഷ്യ, ഓസ്ട്രേലിയ വൻകരകളും, കിഴക്ക് ഭാഗത്ത് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക വൻകരകളും, തെക്ക് ഭാഗത്ത് അന്റാർട്ടിക്കയും സ്ഥിതി ചെയ്യുന്നു. ശരാശരി ചില ഭാഗങ്ങളിൽ 4500 മീറ്ററിലധികം ആഴം ഈ സമുദ്രത്തിന് ഉണ്ട്. ഞാൻ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്, ഞാൻ യാത്ര ചെയ്യുന്ന ഷിപ്പിൻ്റെ 4ാമത്തെ ഡെക്കിലാണ് എത്തിയിരിക്കുന്നത്. ഈ ഡെക്കിൻ്റെ പ്രത്യേകത ഞാനൊരു എപ്പിസോഡിൽ തന്നെ പ്രത്യേകമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നുവല്ലോ. ഇത് മസ്റ്റർ ഡെക്ക് എന്നാണ് പ്രധാനപ്പെട്ട് അറിയുന്നത്. അതേക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ എൻ്റെ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 1 മണിയായി, ഉച്ച കഴിഞ്ഞ് 1 മണിയാകുന്നതേ ഉള്ളൂ.
കടൽ അല്പാൽപമായിട്ട് ശോഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ക്യാപ്റ്റൻ്റെ ഇൻഫർമേഷൻ അനുസരിച്ച് വൈകുന്നേരം ഒരു 7 മണി മുതലായിരിക്കും കടൽ അല്പം ക്ഷോഭിക്കുന്നതും നമുക്കത് അഭിമുഖീകരിക്കേണ്ടി വരുന്നതും എന്ന് നേരത്തെ ഒരു അറിയിപ്പുണ്ടായിരുന്നു. ഏതായാലും ഞാൻ 4ാമത്തെ ഡെക്കിൽ വന്ന് ഇപ്പോൾ തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കുറേശ്ശെ ഒന്ന് റെക്കോർഡ് ചെയ്യുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. കടൽ ഏകദേശം അല്പാൽപമായിട്ട് അതിൻ്റെ രൂപം മാറി വരുന്നുണ്ട്. അതിൻ്റെ ഭംഗിയും അതിൻ്റെ മുഖഭാവമൊക്കെ അല്പാൽപമായിട്ട് മാറി വരുന്നുണ്ട്. അന്റാർട്ടിക്കയിലെ റോസ് കടൽ മുതൽ ബേറി കടൽ വരെ തെക്ക് വടക്കായും ഇന്തോനേഷ്യൻ തീരം മുതൽ കൊളംബിയൻ തീരം വരെ കിഴക്ക് പടിഞ്ഞാറുമായിട്ടാണ് ഈ സമുദ്രം സ്ഥിതി ചെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ 10ാമത്തെ ഡെക്കിലാണ്. ഷിപ്പിൻ്റെ 10ാമത്തെ ഡെക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ധാരാളം ഗർത്തങ്ങളും കിടങ്ങുകളും ഉൾക്കൊള്ളുന്ന പസഫിക്കാണ് ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശമായ ചലഞ്ചർ ഡീപ്പ് സ്ഥിതി ചെയ്യുന്നത്. വടക്ക് പടിഞ്ഞാറൻ പസഫിക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം മരിയാന ട്രെഞ്ച് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഈ ഡെക്കിൽ നിന്ന് നോക്കിയാൽ ഈ കപ്പലിന് ചുറ്റും മഴക്കോളുകളും മഴയുടെ ലക്ഷണങ്ങളും ഇടിയും മിന്നലും ചാറ്റമഴയും എല്ലാം ഉണ്ട്. സ്വല്പമായിട്ട് കടൽ കൂടുതലായിട്ട് ശോഭിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. ഒട്ടനവധി ദ്വീപുകൾ വളരെയധികം ദ്വീപുകൾ ഈ പസഫിക് സമുദ്രത്തിലുണ്ട്. ഏകദേശം 20,000-ൽ അധികം ദ്വീപുകൾ പസഫിക്കിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. ഇവയിൽ അധികവും പവിഴ ദ്വീപുകളും അഗ്നിപർവ്വത തേജസ് ദ്വീപുകളുമാണ്. എൻ്റെ ഈ യാത്രയിൽ അടുത്ത 3 ദിവസം കഴിഞ്ഞ് ഞാൻ ക്രോസ് ചെയ്യാൻ പോകുന്ന പനാമ കനാൽ ഈ പസഫിക് സമുദ്രത്തിനെയും അറ്റ്ലാന്റിക് സമുദ്രത്തിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ റൂമിലേക്ക് പോയി. റൂമിൽ ചെല്ലാമെങ്കിൽ നമുക്ക് വിശദമായിട്ട് ഈ ഷിപ്പിൻ്റെ പൊസിഷനും മറ്റ് യാത്രയുടെ സ്പീഡ്, ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ എന്നിവയെല്ലാം വിശദമാക്കി കാണിക്കുന്ന ഒരു TV സ്ക്രീനുണ്ട്. ഈ സ്ക്രീൻ 24 മണിക്കൂറും ഈ ഷിപ്പിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാ പാസഞ്ചേഴ്സിനും കൊടുത്തുകൊണ്ടിരിക്കും. അവരവരുടെ റൂമിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കിതെല്ലാം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. തീരത്തോടടുത്ത് യാത്ര ചെയ്യുമ്പോഴാണ് കൂടുതൽ കടൽക്ഷോഭം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തീരത്തിൽ നിന്നും വളരെ ദൂരം മാറി സഞ്ചരിച്ച് തിരികെ നമ്മുടെ ഡെസ്റ്റിനേഷനായ റിക്കായിലേക്ക് വരുന്ന ഒരു പൊസിഷനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കണ്ടോ, തീരപ്രദേശത്ത് നിന്നും വളരെ അകലെ പോയി ആ കടൽക്ഷോഭം ഉണ്ടായിരിക്കുന്ന തീരപ്രദേശങ്ങളാണ് കൂടുതൽ കടൽക്ഷോഭം ഉണ്ടായിരിക്കുന്നത്. ആ പ്രദേശങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് പുതിയ റൂട്ടിലൂടെ ഈ ക്യാപ്റ്റൻ ഈ കപ്പൽ അടുത്ത ഡെസ്റ്റിനേഷനായ കോസ്റ്റ റിക്കായെ ലക്ഷ്യപ്പെട്ട് യാത്രയാക്കുന്നത്. അതിനുശേഷം ഞാൻ വീണ്ടും റൂമിലേക്ക് പോയി. വൈകുന്നേരത്തോടുകൂടി റൂമിലേക്ക് പോയപ്പോൾ എൻ്റെ റൂമിൽ കണ്ട കാഴ്ചയാണ് ഇത്. കണ്ടോ, നമ്മുടെ ഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓളങ്ങൾക്കനുസരിച്ച്, കടലിലെ ഓളങ്ങൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതിനാൽ, അതായത് ഷിപ്പിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ റോളിംഗ് നടക്കുന്നതിനാൽ എൻ്റെ റൂമിലുണ്ടായിരുന്ന എൻ്റെ കബോർഡിൻ്റെ കതക് തനിയെ അടയുകയും തുറക്കുകയും ചെയ്യുന്ന രംഗമാണ് ഇത്. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതനുസരിച്ചുള്ള മൂവ്മെൻറ്റുകൾ നമുക്ക് നമ്മുടെ മുറിയിലും അനുഭവപ്പെടും. അതിന് മാത്രമല്ല, പിന്നെ സംഭവിച്ചത്, ഞാൻ പെട്ടെന്ന് നമ്മുടെ ഡെക്ക് 10ലേക്ക് ചെന്നു. അവിടെയാണ് കൂടുതൽ ഈ സ്വിമ്മിംഗ് പൂൾസ് എല്ലാം ഉള്ളത്. സ്വിമ്മിംഗ് പൂൾസ് എല്ലാം അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ക്യാപ്റ്റൻ്റെ നിർദ്ദേശാനുസരണം അതെല്ലാം ലോക്ക് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ മുകളിൽ വല വിരിച്ചിട്ടുണ്ട്. ഇനി ആർക്കും ആ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല. ഇതിലുള്ള വെള്ളത്തിൻ്റെ ഓളങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. താഴെ സമുദ്രത്തിലുണ്ടാകുന്ന ആ കടൽക്ഷോഭം മൂലം ഉണ്ടാകുന്ന തിരമാലകൾക്ക് അനുയോജ്യമായ അതിന് സാദൃശ്യപ്പെട്ട ഓളങ്ങൾ ആണ് ഈ സ്വിമ്മിംഗ് പൂളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ എൻ്റെ ക്യാമറ ഒരു കുസൃത്തരത്തിന് പോയത്, അതാണ് കുറേ പക്ഷിക്കൂട്ടങ്ങൾ അവിടെ കണ്ടു. അതിനെയും ഒന്നും വിട്ടില്ല. പക്ഷേ ഞാൻ തിരികെ എൻ്റെ ക്യാമറ ഇവിടത്തേക്ക് തന്നെ വന്നു. ആ ശാന്തമായി കിടന്നിരുന്ന ആ സ്വിമ്മിംഗ് പൂളുകളെല്ലാം ഓളങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഒരു ഭാഗത്തുനിന്ന് മറുഭാഗത്തേക്ക് വെള്ളം ശക്തിയായി അടിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ കടൽക്ഷോഭം എത്രത്തോളം ഉണ്ട്, കടൽ എത്രത്തോളം ശോഭിച്ച് കിടക്കുകയാണ് എന്ന്. വീണ്ടും 1 മണിക്കൂറിന് ശേഷമുള്ള രംഗമാണ് ഇത്. ഏകദേശം 7-7:30 ആയി കഴിഞ്ഞു. നല്ല രീതിയിലുള്ള കടൽക്ഷോഭം നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കപ്പൽ. നമുക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ ഇതാണ്. ഈ സ്വിമ്മിംഗ് പൂളിലുള്ള വെള്ളത്തിൻ്റെ ചഞ്ചാട്ടം, അതാണ് നമുക്ക് പ്രധാനമായിട്ട് ഇതിനെക്കുറിച്ച് നമുക്കുള്ള സൂചന നമുക്ക് നേരിട്ട് അനുഭവപ്പെട്ട് മനസ്സിലാകുന്നത്. അത് മാത്രമല്ല, ഷിപ്പിൻ്റെ ഏറ്റവും മുകളിലേക്ക് നമ്മൾ എത്തും തോറും 10ാമത്തെ ഡെക്കിലോ 11ാമത്തെ ഡെക്കിലോ 12ാമത്തെ ഡെക്കിലോ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ശരിയായ രീതിയിലുള്ള റോളിംഗ് നമുക്ക് ഫിസിക്കലായിട്ട് അനുഭവപ്പെടും. അവിടെ വളരെ സൂക്ഷിച്ചായിരിക്കണം നമ്മൾ നടക്കുന്നതും മറ്റും. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില പ്രത്യേകതകൾ അനുഭവപ്പെട്ടു എന്ന് പറയാൻ കാര്യം.
ലോകത്തിൽ ഏറ്റവും അധികം അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാകുന്ന മേഖലയായ റിംഗ് ഓഫ് ഫയർ ഈ മഹാസമുദ്രത്തിലാണ് ഉള്ളത്. കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളും പലപ്പോഴും ഈ ജലവിധാനത്തിൽ ഉണ്ടാകാറുണ്ട്. ഈ പസഫിക് മഹാസമുദ്രത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ അഗ്നിപർവ്വതങ്ങൾ ധാരാളമുണ്ട്. സമുദ്രാടിത്തട്ടുകളെ പിടിച്ചുലയ്ക്കുന്ന വൻപൻ ഭൂകമ്പങ്ങളും സുനാമികളും ഇവിടെ സർവ്വസാധാരണമാണ്. എൻ്റെ ഈ യാത്രയിൽ ഞാൻ കണ്ട മറ്റ് അത്ഭുതപ്പെടുത്തുന്ന വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.